നമ്മുടെ ഇന്നത്തെ ലൊക്കേഷൻ നെയ്യാർ ഡാമാണ്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിന്നും 10 കിലോമീറ്ററാണ് നെയ്യാർ ഡാം വരെയുള്ള ദൂരം. പോകുന്ന വഴിയൊക്കെ അത്യാവശ്യം മോശമല്ലാത്ത റോഡ് തന്നെയാണ് അങ്ങോട്ടേക്കുള്ളത്. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ മുൻവശത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വലതു സൈഡിലായിട്ട് ഒരു പാർക്കിംഗ് ഏരിയ, വലിയൊരു പാർക്കിംഗ് ഏരിയ തന്നെ ഉണ്ട്. അവിടെ 2-3 ടൂറിസ്റ്റ് ബസ്സൊക്കെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ആണെങ്കിലും തിരക്കായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ, ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന ആ കൗണ്ടർ. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറുകയാണ്. നമ്മൾ അകത്തേക്ക് കയറുമ്പം തന്നെ സ്വാഗതം പറഞ്ഞുകൊണ്ട് അതാ ഒരു വ്യക്തി ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ആ മുകളിലോട്ടുള്ള വഴി പോവുകയാണെങ്കിൽ ഡാമിൻ്റെ മുകൾ വശത്ത് നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും. ഇവിടെ നിന്ന് വലത്തേക്കുള്ള വഴി പോവുകയാണെങ്കിൽ ഡാമിൻ്റെ ഫ്രണ്ടിലായിരിക്കും നമ്മൾ പോകുന്നത്. ഇവിടെ കുറച്ച് അനേകം ആർട്ട് വർക്കുകളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ നെയ്യാർ ഡാമിൻ്റെ തീരത്ത് നിൽക്കുകയാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കാണുന്നത്.
കുട്ടികൾക്കായി ഇവിടെ ഒരു പാർക്ക് ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഇങ്ങനെ വന്നിരിക്കാൻ നല്ല രസമുണ്ട്. ഇവിടെ ഒരു പൈപ്പ് വെള്ളം ലീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൈപ്പ് അടയില്ല. ദോ കാണുന്ന മലയാണ് കാളിപ്പാറ. നമുക്കിനി ഇതിൻ്റെ മുകളിലോട്ടൊന്ന് കയറാം. ഇതുവഴിയാണ് മുകളിലോട്ട് പോണത്. ഇവിടെ നിന്ന് പോയി നേരെ അങ്ങ് അപ്പുറത്ത് ചാടണം. വലിയൊരു പടി കയറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇനിയും കുറച്ചുകൂടെ കയറാനുണ്ട്. ഇത് കയറി മുകളിലെത്തുന്നതും നമ്മൾ ഡാമിൻ്റെ ഏറ്റവും മുകളിലത്തെ ആ ഭാഗത്ത് എത്തുന്നതായിരിക്കും. അങ്ങനെ ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട്. ഇതാണ് മുകളിൽ നിന്ന് കാണുന്ന വിഷ്വൽ. ഇതാണ് ഡാമിൻ്റെ മുകൾ വശം. ഇവിടെ ഒരു വാച്ച് ടവറൊക്കെ ഉണ്ട് ഞങ്ങളുടെ മുകളിൽ. ഈ വഴി കയറി വേണം അവിടെ പോകാൻ. നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ഒരു ബോട്ട് സർവീസൊക്കെ ഉണ്ട് താഴെയായിട്ട്. ഇതാണ് ആ ഡാമിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു ചിത്രം. വളരെ മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ ഇത്. വെയിലാണെങ്കിലും നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ വെയിലിൻ്റെ ആ ഒരു ചൂട് അറിയാൻ പറ്റുന്നില്ല. നമുക്കിനി ഈ ഡാമിൻ്റെ മുകളിലൂടെ നടന്ന് അപ്പുറം വരെ പോവാം. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഡാമിൻ്റെ മുകളിലുള്ള വ്യൂ ആണ്. ഇത് ഡാമിൻ്റെ ഷട്ടർ തുറക്കണ അതിൻ്റെ മെക്കാനിസങ്ങളാണ്. കുറേ ചങ്ങലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വെയിലത്ത് നടന്ന് മിക്കവാറും കറുത്ത് പോണ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. മുതല പാർക്കും സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.